1 മാത്രം, 2യുടെ ഫാക്ടർ 1 and 2, 3യുടെ ഫാക്ടേഴ്സ് 1 and 3, 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2 and 4. 1, 2 and 4. 1 into 4, 2 into 2. അപ്പോൾ 4ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 3. 3 ഫാക്ടേഴ്സ്. ഇനി നമ്പർ 5. 5ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 and 5. 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 3 and 6. 1, 2, 3, 6. 7ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 and 7. ഓക്കെ. 8ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 2, 4, 4, 8. 8. ഇത് ഏത് ക്ലാസ്സിലെ കുട്ടിയാ മറുപടി പറയുന്നത്? 5. 5th സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ് മറുപടി പറയേണ്ടത്. 8th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ അവരുണ്ടെങ്കിൽ അത് കേട്ടിരുന്നാൽ മതി. അവർ തെറ്റിപ്പോകുന്നത് നിങ്ങൾ സഹായിച്ചാൽ മതി. കാരണം അവർക്കുള്ള ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 3, 9. 9. ഓക്കെ. 10ന്റെ ഫാക്ടേഴ്സോ? 1, 2, 2, 5 and 10. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫാക്ടേഴ്സ് എഴുതിയപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയണം. കുറേ പോയിന്റുകൾ ഇതിൽ നിന്ന് എഴുതുകയാണ്. 1 to 10 വരെയുള്ള ഫാക്ടേഴ്സ് ഞാൻ എഴുതിയപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി. ആ വ്യക്തമായ കാര്യമാണ് ഞാൻ റൗണ്ട് ചെയ്തത്. അതെന്തായിരിക്കും? എല്ലാ ഒന്നിനെയും ഞാൻ റൗണ്ട് ചെയ്താൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? 1 is a factor of each and every number. 1 is a factor. എല്ലാ സംഖ്യകൾക്കും ഒന്ന് ഒരു ഘടകമാണ്. ശരി. ഇനി വേറൊരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്യാം. അതെന്തായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പറയണം. ഞാൻ നോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വിളിച്ച് പറയാം. എന്തായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്? പറഞ്ഞോ, വരട്ടെ. വേറൊരു കുട്ടി ഒന്ന് സഹായിച്ചു കൊടുക്കുക. ഏകദേശം ഉത്തരത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തായിരിക്കും ഞാൻ ആ ടിക്ക് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? A number has its own factor. A number is its own factor. ഒരു സംഖ്യ അതിന്റെ തന്നെ ഒരു ഘടകമാണ്. ഇതിൽ 8ാം ക്ലാസ്സിലെ കുട്ടികളുണ്ടോ? ഇതിൽ ഉണ്ടോ? 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ ഇതിലുണ്ടോ? എന്താണോ ഉണ്ടാത്തത്? യെസ് ഓർ നോ? അപ്പോൾ ഒരു പോയിന്റ്, ഒന്ന് എല്ലാ സംഖ്യകളുടെയും ഒരു ഘടകമാണ്. ഒരു സംഖ്യ അതിന്റെ തന്നെ ഘടകമാണ്. ഇനി ഈ 1 മുതലുള്ള 1 മുതൽ 10 വരെയുള്ള സംഖ്യയിലെ 2നെയും 3നെയും 5നെയും 7നെയും മാത്രം ഞാൻ റൗണ്ട് ചെയ്തു. അതെന്തുകൊണ്ടായിരിക്കാം? കാരണം ഈ സംഖ്യകൾക്ക് ഒന്നും അതേ സംഖ്യയും മാത്രമേ ഘടകങ്ങളായിട്ട് വരുന്നുള്ളൂ എന്നതാണ് സത്യം. അപ്പം ഒരു സംഖ്യയുടെ ഘടകങ്ങളായിട്ട് ഒന്നും അതേ സംഖ്യയും വന്നു തരികയോ അല്ലെങ്കിൽ ആ ഒരു സംഖ്യക്ക് 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? പ്രൈം നമ്പേഴ്സ്. മുതിർന്ന കുട്ടികൾക്ക് ഇതറിയാം.
5ാം ക്ലാസ്സിലെ കുട്ടികൾ ഇത് പരിചയപ്പെടണം. നിങ്ങൾ 5ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് വരുന്നുണ്ട്. A prime number has only 2 factors. What are the factors? 1 and itself. 1 and itself. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്കിനി മുതിർന്ന ക്ലാസ്സിലേക്ക് നിങ്ങൾ പോയിട്ട് 7ാം ക്ലാസ്സിൽ എത്തിയിട്ട് USSലേക്ക് കടക്കുമ്പോൾ ഈ പ്രൈം നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുന്നത്. ഈ പ്രൈം നമ്പർ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടി എഴുതിയ സംശയത്തിനുള്ള മറുപടി 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഇപ്പോൾ 12 2 ഡിജിറ്റ് നമ്പറാണ്. ആ 12ലെ 1നെയും 2നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 കിട്ടുന്നു. 2 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 12 എന്ന 2 ഡിജിറ്റ് നമ്പറിൽ 1ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 കിട്ടി. 12 തിരിച്ചെഴുതിയിട്ട് 21 ആയാലോ? അവിടെയും നമുക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ 2 തന്നെ ലഭിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഇതായിരിക്കാം ചിലപ്പോൾ. How many 2-digit numbers are there whose product of digit a prime number? ഈ ഡിജിറ്റുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ പ്രൈം നമ്പർ കിട്ടുന്ന എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട് എന്നുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ 2, 3, 5, 7 ഇതൊക്കെയാണ് പ്രൈം നമ്പർ ആയിട്ടുള്ള ഡിജിറ്റ്സ്. അപ്പൊ ഇവിടെ 12 വന്നു, 21 വന്നാൽ അടുത്തത് 13 എഴുതി. അവിടെ 1നെ 3 കൊണ്ട് കൊടുത്താൽ 3 എന്ന പ്രൈം നമ്പർ കിട്ടും. അടുത്തതോ 13 എഴുതി കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്താൽ എത്രയാണ്? 31. അവിടെ നമുക്ക് പ്രൈം നമ്പർ. ഇനി ഇവിടെ ഏതൊക്കെ വരാം 2-digit നമ്പേഴ്സ്? 15 വരാം. 15 വന്നാൽ വേറെ ആളുടെ വരാലോ. ആരാണ്? 17, ഇത്രയും വരും. ഇത് നിങ്ങൾ എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8 8 എണ്ണമാണ് ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് USSൽ വരുന്ന ചോദ്യം വരികയായി. How many 2-digit numbers are there whose product of digit a prime number? അതിന്റെ ആൻസർ 8 എണ്ണമാണ്. കുറച്ചുകൂടി മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ how many 3-digit numbers ഒക്കെ ചോദിക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്. ഇവിടെ നിങ്ങൾക്ക് ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഫാക്ടേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. ഒന്ന് എല്ലാ സംഖ്യയുടെയും ഫാക്ടർ ആണെന്ന് അറിയണം. അതായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഇതുവരെ എടുത്തതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. മലയാളത്തിൽ ഏത് ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻ ആണോ? ഞാൻ എഴുതി തരാം. അക്കങ്ങളുടെ ഗുണനഫലം ഷോർട്ടായിട്ട് എഴുതിയാൽ പോരെ. അഭാജ്യസംഖ്യകളാകുന്ന പ്രൈം നമ്പറിന്റെ മലയാളം അഭാജ്യസംഖ്യകളാണ്. അഭാജ്യസംഖ്യകളാകുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? എത്രയാ മക്കളെ ഉത്തരം? അതിന് ഉത്തരം എത്രയാണ്? പറയൂ, നിങ്ങൾ പറ. 8. ഏതൊക്കെയാ നിങ്ങൾ അറിഞ്ഞാലേ? 8 എണ്ണം. അപ്പൊ 19 കുട്ടികൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യകളാവുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 8 എണ്ണമാണ്. അപ്പൊ അത് 12, 13 അതൊക്കെ തിരിച്ചിട്ട് കഴിഞ്ഞ് 8 എണ്ണം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് 1 to 100 വരെയുള്ള 25 പ്രൈം നമ്പർ നിങ്ങൾക്ക് കാണാതെ അറിയാമോ? പഠിച്ചിട്ടുണ്ടോ? ആരാ പഠിച്ചത്? പേര് പറയൂ. മുഹമ്മദ് നബ്ഹാൻ പഠിച്ചു. വെരി ഗുഡ്.
ശരി, പഠിച്ച കുട്ടികൾക്ക് വീഡിയോ ഓൺ ചെയ്തിട്ട് പറയാൻ പറ്റുമോ ഈ 25 എണ്ണം? ആരോ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ 25 എണ്ണം? കേൾക്കട്ടെ. ആരാണ്? അപ്പൊ പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ അത് എഴുതിയതുണ്ടോ? കയ്യിലുണ്ടോ? നോട്ട് ബുക്കിൽ എഴുതിയത് നിങ്ങളെ കയ്യിലുണ്ടോ? അല്ല ഞാനിവിടെ ബോർഡിൽ എഴുതി തരണോ? കയ്യിലുണ്ടോ? ശരി, കയ്യിലുണ്ടെങ്കിൽ ആ 25 പ്രൈം നമ്പർ നോക്കിയിട്ടൊന്ന് വായിച്ചേ ഒരാള്. വായിച്ചോളൂ. ആ 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഒന്ന് എണ്ണി നോക്കണേ എത്ര ഉണ്ടെന്നല്ല. ഇത് എത്ര മൊത്തമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 20. അപ്പൊ 25 പ്രൈം നമ്പർ നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് പ്രൈം നമ്പർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാനൊരു മാർഗം പറഞ്ഞു. ഒരു സംഖ്യ പ്രൈം നമ്പർ ആണോ അല്ലെങ്കിൽ പ്രൈം നമ്പർ ഇതൊന്ന് മറന്നുപോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം ഒരു സംഖ്യ എഴുതി, ഒരു ഏതെങ്കിലും ഒരു ഡിജിറ്റ് പറയും. നിങ്ങൾ 10ൽ താഴെയുള്ള ഏതെങ്കിലും ഒരു ഡിജിറ്റ് പറയും. 8. ഈ 8നെ നിങ്ങൾ 6 കൊണ്ട് ഗുണിക്കുക. 8നെ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 48. ആ 48 പ്രൈം നമ്പർ ആണോ? 48 പ്രൈം നമ്പർ ആണോ? ഈവൻ നമ്പേഴ്സ് പിന്നെ 2 അല്ലാതെ വേറൊന്നും പ്രൈം നമ്പറിന്റെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പൊ 48 പ്രൈം നമ്പർ ആണോ? എന്താ മിണ്ടാത്തത്? ആണോ അല്ലയോ? 48 പ്രൈം നമ്പർ ആണോ? പ്രൈം നമ്പറിന്റെ കൂട്ടത്തിൽ ആകെയുള്ള ഈവൻ നമ്പർ ഇരട്ട സംഖ്യ 2 മാത്രമേ ഉണ്ടാകൂ. 48 പ്രൈം നമ്പർ ആണോ? അതാണ് ആടുന്ന വീട്ടിൽ. ഓക്കെ, ഇപ്പൊ റെഡി ആയില്ലേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇപ്പൊ റെഡി ആയില്ലേ? ഓക്കെ, അപ്പോ കോഹോസ്റ്റായ കുട്ടികൾ അവിടെ ശ്രദ്ധിക്കുക, മ്യൂട്ട് ആക്കരുത് ആരെയും ശ്രദ്ധിക്കുക. എന്റെ ചോദ്യം 6 × 8, അതായത് 8 എന്ന സംഖ്യ നിങ്ങൾ പറഞ്ഞു, അതിനെ 6 കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തു, നമുക്ക് 48 കിട്ടി. ഈ 48 പ്രൈം നമ്പർ ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഈവൻ നമ്പറിന്റെ കൂട്ടത്തിൽ പ്രൈം നമ്പർ ആകെ 1, 2 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഈവൻ നമ്പർ കാണില്ല. ശരി, ഈ 48ൽ നിന്ന് നിങ്ങൾ 1 മൈനസ് ചെയ്താൽ എത്രയാണ്? 47 എന്നത് പ്രൈം നമ്പർ ആണ്. കണ്ടില്ല? അപ്പൊ 1 മൈനസ് ചെയ്യുക, 1 കൂട്ടുക. പക്ഷെ അതേ സമയത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇവിടെ ഏത് സംഖ്യ വന്നാലും 6 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുകയോ 1 കുറയ്ക്കുകയോ ചെയ്താൽ 2 സംഭവിച്ചാൽ ചിലപ്പം പ്രൈം നമ്പർ എല്ലാം ആണെന്നില്ല. അതിന് കണ്ടീഷൻ വേറെ ഉണ്ട്. എന്തായാലും ഇതൊരു മാർഗമാണ്. ഒരു 3 ഡിജിറ്റ് നമ്പറോ 4 ഡിജിറ്റ് നമ്പറോ തന്നിട്ട് പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ 6 കൊണ്ട് ഗുണിക്കുക, 1 കുറച്ച് കളിയുക, അല്ലെ 1 കൂട്ടി വെക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് 5 എന്ന സംഖ്യ എടുത്തു. 5നെ 6 കൊണ്ട് ഗുണിച്ചു. 5നെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 30. ആ 30 1 കുറച്ചാലോ? 29 പ്രൈം നമ്പർ ആണോ? യെസ്.
13 കൂടെ 1 കൂട്ടിയാലോ 31 പ്രൈം നമ്പർ ആണോ? യെസ്. അപ്പൊ 1 കൂട്ടിയാലും 1 കുറച്ചാലും പ്രൈം നമ്പർ ആകും എന്ന് എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്നില്ല. പക്ഷെ അതേ സമയത്ത് ചിലപ്പോൾ കൂട്ടിയാലോ കുറച്ചാലോ പ്രൈം നമ്പർ ആവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് 6 കൊണ്ടുള്ള ഗുണനം അതിൻ്റെ ഒരു എളുപ്പമാർഗമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? 6 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതിയോ? 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മാത്രം മതിയോ? എന്ത് ചെയ്യണം പിന്നീട്? മൈനസോ പ്ലസോ ചെയ്ത് നോക്കണം കേട്ടോ. ശരി. ഇനി നമ്മള് ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നതിലേക്ക് പോകാം. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, പ്രത്യേകം ചോദിക്കുന്നുണ്ട്. കാരണം 5ാം ക്ലാസ്സിലേക്ക് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രയാസം തോന്നുകയാണെങ്കിൽ പറയണേ, അവർക്ക് പറയാം, കൂടെയുള്ള രക്ഷിതാക്കൾക്കും പറയാം. ശരി, നമ്മൾ 80ന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കും. ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള മാർഗം ഫാക്ടറൈസേഷൻ ആണ്. 80ന് എത്ര ഘടകങ്ങളുണ്ട്? അതിന്റെ അർത്ഥം 80നെ ഏതെല്ലാം 80 കിട്ടണമെങ്കിൽ ഏതെല്ലാം സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം? 1 × 80, 2 × 40. ഇനി ഏതൊക്കെയാണ്? 80 കിട്ടാൻ വേറെ എന്തൊക്കെ ചെയ്യണം? 4 × 20. വെരി ഗുഡ്. പിന്നെ 5 × 16, 16. ഓക്കെ. ഇനി 8 × 10. അപ്പോൾ 80ന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം നമ്മൾ നോക്കുന്നു. 1 2 3 4 5 6 7 8 9 10. അപ്പൊ 80 എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 80 10 ഘടകങ്ങളാണ്. പക്ഷെ ഇത് വലിയ സംഖ്യകൾക്ക് ഇങ്ങനെ എഴുതി നോക്കി കണ്ടുപിടിക്കാൻ നമുക്ക് ആവില്ല. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? ഫാക്ടറൈസ് ചെയ്യുന്നു. 80നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൈം നമ്പർ ആണ്. 80 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇതിൽ എടുക്കാൻ പറ്റുന്ന ഏത് സംഖ്യയായിരിക്കും നമുക്ക് ഹരിക്കാൻ പറ്റും? 80 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 40. 40 ഡിവൈഡഡ് ബൈ 2 20. 20 ഡിവൈഡഡ് ബൈ 2 10 ഡിവൈഡഡ് ബൈ 2 5. ഈ 5 ഒരു പ്രൈം നമ്പർ ആണോ? 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 യെസ്. ആണെങ്കിൽ അവിടെ അവസാനിപ്പിച്ചു. ഇത് മതി. ഈ ഒരു പ്രൈം നമ്പർ കിട്ടുന്നവരെ ചെയ്താലും മതി. തുടർച്ച കൊണ്ട് പോകണം നിർബന്ധമൊന്നുമില്ല. ഇനി എവിടെ എത്ര രണ്ടുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? അപ്പൊ 2⁴. നിങ്ങൾ മനസ്സിലാക്കണം, 2⁴ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2 എന്ന സംഖ്യ 4 തവണ എഴുതി ഗുണിക്കലാണ്. 2 2 4 2 8 2 16 ആണ് ഇതിന്റെ അർത്ഥം. 2നെ 4 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതല്ല, 2 4 പ്രാവശ്യം എഴുതി ഗുണിക്കുകയാണ്. 2 4 പ്രാവശ്യം എഴുതി ഗുണിക്കലും 4 2 പ്രാവശ്യം എഴുതി ഗുണിച്ചാലും ഒരേ ഫലമാണ്. 4⁻²4 4 × 4 ആണ് 16 ആണ്. 2⁻4 എന്ന് പറഞ്ഞാലും 2 4 പ്രാവശ്യം 4 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്യലാണ്, അതും 16 ആണ്. അപ്പൊ ഇവിടെ 2⁴ എന്ന് ഇതിനെ പറയും. ഇൻറ്റു 5 ഇവിടെ ഒരു തവണയേ ഉള്ളൂ, അപ്പൊ 1 നിൽക്കും. പിന്നീടാണ് നമ്മൾ റെക്റ്റാങ്കിളുള്ള പേന കൊണ്ട് ഈ പവറിന് ഒരു 1 ക്യാപ്പ് അവിടെ വെച്ചു, +1 ക്യാപ്പ്. അതിന്റെ കാരണം ഇവിടെ 1 ഇതിന്റെ ഒരു ഫാക്ടർ ആയതുകൊണ്ടാണ്. ഇവിടെ ഒരു +1 ക്യാപ്പ് വെച്ചു. 4 + 1 എത്ര മക്കളെ? 4 + 1 എത്ര വെച്ചിട്ട് ആരും വിടുന്നില്ല. 1 + 1 എത്രയാണ്? 5 × 2 എത്രയാണ്?
അപ്പോൾ 80 എത്ര ഫാക്ടേഴ്സ് ആണ്? 10 factors. അപ്പൊ ഇവിടെയും കിട്ടിയത് തന്നെയാണ്. ഇനി ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഒരു സംഖ്യ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങൾ 144ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ഇതേ രീതിയിൽ കണ്ടുപിടിക്കൂ. എന്നിട്ട് ടൈപ്പ് ചെയ്യും. കിട്ടിയോ? ഞാൻ ബോർഡ് ചെയ്ത് കാണിക്കണോ? 144ന്റെ ഘടകങ്ങളുടെ എണ്ണം ബോർഡ് ചെയ്ത് കാണിക്കണോ? യെസ്, ഞാൻ ചെയ്ത് കാണിക്കാം. ആ യെസ് എന്ന് പറഞ്ഞ കുട്ടി പറയൂ, 144 ഈവൺ നമ്പർ ആണോ അല്ലയോ? ഇരട്ടസംഖ്യയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഏത് പ്രൈം നമ്പർ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കേണ്ടത്? ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ ഹാഫ് എടുക്കുകയാണ്, പകുതിയാണ്. 144ന്റെ പകുതി എത്രയാണ്? 72. വീണ്ടും എന്താണ്? ഈവൺ നമ്പർ ആണ്. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചുരുക്കാം. 72ന്റെ പകുതി എത്രയാണ്? 36. 36നെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 18. ഗുഡ്. 18നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 9. അവിടെ നമ്മൾ ചെറിയ ബ്രേക്ക് ചവിട്ടുന്നു. കാരണം 2 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ അല്ല. കാരണം 9 ഈസ് എ ഓഡ് നമ്പർ. അപ്പൊ നമുക്ക് 9നെ പിന്നെ അടുത്ത പ്രൈം നമ്പർ എടുക്കണം. 3. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 ഡിവൈഡഡ് ബൈ 3 തന്നെയാണ്. അതൊരു പ്രൈം നമ്പർ ആയതുകൊണ്ട് നമുക്ക് അവിടെ 2 വരെ വെച്ചിട്ട് അവസാനിപ്പിക്കും. ചില കുട്ടികൾ വീണ്ടും ചെയ്തു നോക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല. ഇവിടെ 2 നമ്മൾ എത്ര തവണ ഉപയോഗിച്ചു? 4 ടൈംസ്. അപ്പോൾ 2 റേസ് 4. 3 എത്ര തവണ ഉപയോഗിച്ചു? 1 അല്ല, ഇവിടെയുള്ള 3 കൂടി കൂട്ടണം. 2 ടൈംസ്. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? 4 plus 1 and 2 plus 1. 4 plus 1 എത്രയാണ്? 5. 2 plus 1 എത്രയാണ്? 3. അപ്പോൾ 5 into 3 എത്രയാണ്? 15. അപ്പോൾ 144ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 15 factors. 5ാം ക്ലാസ്സിലെ ഒരു കുട്ടീനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കിത് മനസ്സിലായോ? മനസ്സിലായി? അതിന് മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ഇവിടെ എഴുതുന്നു. നിങ്ങൾ അതിന്റെ ആൻസർ പെട്ടെന്ന് ടൈപ്പ് ചെയ്താക്കണം. നിങ്ങൾ ചെയ്തു നോക്കാനുള്ള മോഡലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാ ചോദ്യം പിടിച്ചോ. ഹൗ മെനി ഫാക്ടേഴ്സ് ഇൻ 1000? 1000ന് എത്ര ഘടകങ്ങളുണ്ട്? പെട്ടെന്ന് ടൈപ്പ് ചെയ്തു. ജോസ് എബ്രഹാം സാറിന്റെ മകനോ മകളോ ഇതിലുണ്ടോ? കേൾക്കാമോ? ജോസ് എബ്രഹാം സാറ് കേൾക്കാമോ? ഓ, എന്താ പേരെന്താണ്? ഓ, ആ, ഇത് മനസ്സിലാവുന്നുണ്ടോ? ഈ കണക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഏതെങ്കിലും കുട്ടികൾക്ക് ഇത് തിരിയാത്തതിന്റെ പറയാം. കാരണം ഇത് നമ്മൾ പരീക്ഷയ്ക്ക് വരുന്നതാണ്. മെഹറിൻ മിർസ കേൾക്കാമോ?
മെഹറിൻ മിർസക്ക് ഈ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? മനസ്സിലായി. എങ്കിൽ പറയൂ മെഹറിൻ മിർസ, 1000 ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? 1000ന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? കുട്ടികളൊക്കെ ആൻസർ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പറഞ്ഞോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എത്ര കിട്ടും? 500. വീണ്ടും ഞാൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് പറഞ്ഞോളൂ. 250. വീണ്ടും എന്ത് ചെയ്യണം? 125. ഈ 125നെ നമുക്ക് ഏത് സംഖ്യ, ഏത് പ്രൈം നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 5 കൊണ്ട്. എന്തുകൊണ്ടാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്? അവസാനം 5 ആണ്. 125ൽ എത്ര 5 ഉണ്ട്? 25. വീണ്ടും എന്ത് ചെയ്യണം? 5 കൊണ്ട്. എത്ര കിട്ടും? ഈ 5 ഒരു പ്രൈം നമ്പർ അല്ലേ? ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ എന്ത് ചെയ്യണം? 2 വരയുണ്ട് അവസാനിപ്പിച്ചു. ശരി. ഇനി അടുത്ത സംഭവം, എത്ര 2കളുണ്ട് ഇവിടെ? എത്ര 5കളുണ്ട്? 5/2. അപ്പോൾ പിന്നീട് നമ്മുടെ നോട്ട്ബുക്കിലാണെങ്കിൽ റെഡിങ് പേന കൊണ്ട് +1 കൊടുക്കുന്നു, +1 കൊടുക്കുന്നു. 3 + 1 4 കിട്ടുന്നു. 3 + 1 4 കിട്ടുന്നു. 4 × 4 16 കിട്ടുന്നു. എത്ര പേർക്ക് 16 കിട്ടിയിട്ടുണ്ട്? 16 കിട്ടിയ കുട്ടികളുടെ പേര് പറയും. ശരി. ഇതേ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു എളുപ്പവഴി നോക്കൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നോക്കോളെ. ഞാൻ ചിലപ്പോൾ ഫാക്ടേഴ്സ് ചെയ്യാനൊന്നും പോകുന്നില്ല. എനിക്ക് പരീക്ഷയ്ക്ക് പെട്ടെന്ന് ഉത്തരം കൊടുക്കണം. 1000 എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എന്താണെന്ന് 1000 എഴുതി. ഈ 1000നെ ഞാൻ ഇങ്ങനെ എഴുതുന്നതിന്റെ വിരോധമുണ്ടോ? 10 × 10 × 10. അത് 1000 ആണോ? യെസ്. ഈ 10 ഒരു പ്രൈം നമ്പർ ആണോ കോമ്പോസിറ്റ് നമ്പർ ആണോ? കോമ്പോസിറ്റ് നമ്പർ ആണ്. എന്തുകൊണ്ടാണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് ഈ 10നെ ഞാൻ പ്രൈം നമ്പറിന്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതുമ്പോൾ ഏത് 2 പ്രൈം നമ്പർ ഉപയോഗിക്കാം? യെസ്. അപ്പൊ 2 × 5 എന്ന് എഴുതുന്നു. ഇൻറ്റു ഈ 10ന് 2 × 5 എന്ന് എഴുതുന്നു. ഇൻറ്റു ഈ 10നെ 2 × 5 എന്ന് എഴുതുന്നു. ഇവിടെ എല്ലാം പ്രൈം നമ്പർ ആണ്. ഇവിടെ എത്ര 2 ഉണ്ട്? അപ്പൊ 2/3. എത്ര 5 ഉണ്ട്? അപ്പൊ 5/3. അപ്പൊ അതേ സംഭവം ഇവിടെ കൊടുക്കുന്നു. +1 കൊടുക്കുന്നു, +1 കൊടുക്കുന്നു. 4 × 4 കിട്ടുന്നു, 16 കിട്ടുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്കുള്ള ചോദ്യം, ഒരു 0 കൂടി കൊടുക്കുകയാണ്. 10,000ന് എത്ര ഫാക്ടേഴ്സ് കണ്ടു? 10,000 how many factors? ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ പുതിയ ടെക്സ്റ്റ് ബുക്കില് ആദ്യം തന്നെ വരുന്നത് സർക്കിളൊക്കെയാണ്. 25 ആണോ? എത്ര പേർക്ക് 25 കിട്ടിയിട്ടുണ്ട്? ഞാൻ ചെയ്തു നോക്കണം. ഞാൻ ചെയ്തു നോക്കണമെങ്കിൽ നമുക്ക് വേഗം ഇവിടെ തന്നെ ചെയ്യും. ഇവിടെ 10,000 ആക്കി. അപ്പൊ വീണ്ടും ഒരു 10 വന്നു. അപ്പോൾ 1 കഴിഞ്ഞാൽ 4 0 വന്നു. നമുക്കിതിനെ വീണ്ടും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 2 × 5 2 × 5 2 × 5 2 × 5 1 2 3 4 2/4 1 2 3 4
5 raised to 4 plus 1 5 into 5 25. ഓക്കെ ആയോ? ഓക്കെ ആണോ? യെസ് ഓർ നോ? യെസ്. ഇനി നമ്മുടെ USS പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഈ ടൈപ്പ് അല്ല. ആ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. അത് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് USSന്റെ ഫാക്ടേഴ്സിനെ എന്ന് ചോദിക്കുക. അതൊന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കി ചോദ്യങ്ങൾ തരാം. ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ 12 raised to 4 എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന ചോദ്യമാണ് വരുന്നതെങ്കിൽ ഇതൊന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. ഇവിടെ 2 raised to 4 ആയിരുന്നെങ്കിൽ ഒരു +1 കൊടുത്താൽ 2 പ്രൈം നമ്പർ ആയി. ഇപ്പൊ 12 പ്രൈം നമ്പർ അല്ല. ഇവിടെ നിങ്ങളുടെ ആലോചനയിൽ വേണ്ടത് ഈ 12നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ്. 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 into 3 ആണ്. 2 into 2 into 3 12 ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ 12ന് പകരം എഴുതിയിരിക്കുന്ന ഈ സംഖ്യകളെ മൊത്തത്തിൽ നമുക്കൊരു ബ്രാക്കറ്റ് കൊടുത്തുകൊണ്ട് ആ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് ഈ 4നെ കൊണ്ടുവരാം. ഇതിന്റെ അർത്ഥം ഈ ബ്രാക്കറ്റിലുള്ള ഈ 3 സംഖ്യകളെയും 4 തവണ ഗുണിക്കണം എന്നാണ്. ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോവാണ്. ഷോർട്ട് ആയിട്ട് ഞാൻ വേറെ എഴുതി തരാം. 2 into 2 into 3 one time into 2 into 2 into 3 second time into 2 into 2 into 3 third time into 2 into 2 into 3 എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് കുറച്ചുകൂടി ഷോർട്ട് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന 2 1 2 3 4 5 6 7 8 ആണ്. 2 raised to 8 എന്ന് പറയും. 2 raised to 8 എന്ന് പറഞ്ഞാൽ 2 8 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 3 ആവട്ടെ 1 2 3 4 ടൈംസ് ആണ്. അപ്പൊ ഇവിടെ 2 എന്ന പ്രൈം നമ്പർ 3 എന്ന പ്രൈം നമ്പറിന്റെ പവർ ആക്കി ഇതിനെ എഴുതിയതിനു ശേഷമാണ് നമ്മൾ +1 കൊടുക്കുന്നത്. അപ്പോൾ 8 + 1 9 4 + 1 5 9 into 5 എത്രയാണ്? 40. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 12 raised to 4ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 45 ഫാക്ടേഴ്സ്. ഇത് ആർക്കെങ്കിലും ഒന്ന് ഇതൊന്ന് വിവരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആരാണ്? അറസ്താൻ ഒന്ന് വിവരിച്ചു കൊടുക്കുമോ? അതെങ്ങനെയാണ് കിട്ടിയത്? അതിന്റെ മേലെയുള്ള എക്സ്പോണന്റ് നമുക്ക് 2 into 2 into 3 അപ്പോൾ എല്ലാം സെപ്പറേറ്റ് 4 പ്രാവശ്യം എഴുതി കൊടുക്കുക. 2 raised to 8 into 3 raised to 4 എന്നാണ് നമുക്ക് കിട്ടുക. 2 ഇവിടെ 8 പ്രാവശ്യമാണ് എഴുതിയത്, 3 പ്രാവശ്യമാണ് എഴുതിയത്. അതിന് +1 മാസ്ക് നമ്മൾ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ കിട്ടും. അടുത്തത് മാസ്ക് കൊടുത്താൽ നമുക്ക് 5 കിട്ടും. അപ്പോൾ 9 into 5 45 നമുക്ക് സൗണ്ടിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. എന്നാൽ ക്ലിയർ ആയിട്ടുണ്ട്. 9 into 5 45 ഫാക്ടേഴ്സ് ആണ്. പക്ഷേ ഇത് ഇത്രയും വിശാലമായിട്ട് ഇങ്ങനെ എഴുതിപ്പോട്ട കാര്യമില്ല. കുറച്ചുകൂടി ഷോർട്ടായിട്ട് 5ാം ക്ലാസ്സിലെ കുട്ടികൾ ഇതിലുള്ളതുകൊണ്ടാണ് അവർക്ക് കുറച്ചുകൂടി ബേസിക് ആയിട്ട് കാര്യങ്ങൾ ഇട്ടിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് ഈ 12 raised to 4 ഇവിടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ഇത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാം. അതെവിടെ എഴുതുന്നത് നോക്കിക്കോളെ. 2 into 2 എന്ന് പറഞ്ഞാൽ 2 raised to 2 ആണ്.
ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ അത് 3⁻1 ആണ്. ഇതിങ്ങനെ ഇങ്ങോട്ട് മാറ്റുക. എന്നിട്ട് ആ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഈ 4നെ പുറത്തേക്ക് എടുക്കും. കുറച്ചുകൂടി എളുപ്പമാണ്. 2⁻2 × 4 8 കിട്ടും. 3⁻1 × 4 4 കിട്ടും. അതുതന്നെയാണല്ലോ ഇവിടെ കിട്ടിയത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് +1 കൊടുത്താലും മതി മുഹമ്മദ് റസ്താൻ അല്ലേ? അപ്പൊ 9 × 5 45 കിട്ടും. ഇതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നമുക്ക് 2 × 2 × 3 എന്നുള്ളത് അതിന്റെ മേലെയുള്ള 4നെ 2 × 2 എന്ന് പറയുമ്പോൾ 2⁻2 ആണ്. അപ്പം 2⁻2നെ 2 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. അപ്പൊ 2⁻3 ആണ്. 3 എന്ന് പറയുമ്പോൾ 3⁻1 ആണ്. അങ്ങനെ കിട്ടും. ഇടയ്ക്ക് സൗണ്ടിങ് വരുന്നില്ല. ശരി, ഇനി ഈ പ്രശ്നം ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് ഒരു ചോദ്യം ഞാൻ തരുന്നു. നിങ്ങൾക്ക് ചെയ്യാനാവും, നിങ്ങൾ നോക്കൂ. ചോദ്യം ഇതാണ്: 8⁵ ഹൗ മെനി ഫാക്ടേഴ്സ്? 8⁵ എത്ര ഘടകങ്ങളുണ്ട്? സ്വന്തം കണ്ടുപിടിക്കും. നിങ്ങൾ രക്ഷിതാക്കളോടൊന്നും ചോദിക്കണ്ട, സ്വന്തം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. മുഹമ്മദ് റസ്താൻ ഉത്തരം കിട്ടിയോ? ആ, എത്രയാണ്? നോക്കാം. അപ്പൊ ശരിക്കും മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. 8നെ ആദ്യം മാറ്റി പിടിക്കുക. 8നെ നമുക്ക് 2⁻3 എഴുതാം. 2 3 ഗുണിച്ചാൽ 8 കിട്ടും. ബ്രാക്കറ്റ് ഇട്ടു. അതിന്റെ പുറത്തേക്ക് ഈ 5നെ കൊണ്ടുവന്നു. അപ്പൊ 2⁻3 × 5 15 കിട്ടും. പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട. 2⁻15 16 ഫാക്ടേഴ്സ് ഉണ്ടാവും. +1 ചേർത്താൽ 16 ഫാക്ടേഴ്സ്. അപ്പൊ നമ്മുടെ ആൻസർ 16 ആണ്. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഗുഡ്. 15 അല്ല 16 ഉണ്ടാവും. കാരണം ഒരു +1 ഇട്ട് കൊടുക്കണം. ശരി, അപ്പം ഇനി നമുക്ക് 1-2 ഹോംവർക്ക് നിങ്ങൾക്ക് തരാം. ഈ ഇതിൽ മനസ്സിലാകാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കണം. കാരണം നേരിട്ട് ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ ക്ലിയർ ആവും. അതുകൊണ്ടാണ് ഈ ക്ലാസ് നേരിട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞത്. നിങ്ങൾ മടിക്കണ്ട. ഈ ക്ലാസ്സുകളൊക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് എടുക്കും. കാരണം നിങ്ങളുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ധാരാളം കുട്ടികൾ നമുക്ക് വരാനുണ്ട്. പല സ്കൂളിൽ നിന്ന് കുട്ടികൾ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം ഒന്നുകൂടി നിങ്ങൾക്ക് എടുക്കും. അതുകൊണ്ടാണ്. ഇനി ഇന്നത്തെ ഹോംവർക്ക് ഒന്ന് എഴുതി വെച്ചോളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് പിന്നെ ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഹോംവർക്ക് തന്നോട്ടെ? അതേതായിരുന്നു? ഒന്ന് വായിച്ചേ. എങ്ങനെ? ക്ലിയർ ആയില്ല. 66, 72, 78 അങ്ങനെ ഒരു ഹോംവർക്ക് തന്നിരുന്നോ? അത് NMOSന്റെ ക്ലാസ് തന്നാൽ മതി കേട്ടോ. അത് അവർക്കുള്ളതാണ് കേട്ടോ. 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ ക്ലാസ് തന്നാൽ മതി അത് കേട്ടോ. ശരി, അതിലൊന്ന് അറിയിച്ചാൽ മതി. നോക്കാം. ശരി, നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്ക് എന്ന് എഴുതി വെച്ചു. അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഹോംവർക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1, 3600 3600 എത്ര ഫാക്ടേഴ്സ്?
രണ്ടാമത്തെ വർക്ക് നിങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിച്ചാൽ മതി. 16⁻³ എത്ര ഫാക്ടേഴ്സ്? മൂന്നാമത്തത് ഇതിനേക്കാൾ കുറച്ചുകൂടി ഇതിൽ കൂടിയതാണ്. ഏകദേശം കൂടിയ തരാൻ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. 6⁻² × 2⁻4 × 3 അതിലും എത്ര ഫാക്ടേഴ്സ്? ഈ 3 ചോദ്യത്തിനാണ് യൂട്യൂബിൽ ഈ ക്ലാസ് വരും. അപ്പം നിങ്ങൾ ആ 3 ചോദ്യത്തിലും ആൻസർ ചെയ്ത് അറിയിക്കുക. മുഹമ്മദ് റസ്തല ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. How many factors does have 3600 have? 16⁻³ how many factors? 6⁻² × 2⁻4 × 3⁻1 how many factors? മലയാളം ഒന്ന് പറഞ്ഞു കൊടുക്കൂ. 3600 എത്ര ഘടകങ്ങളുണ്ട്? 16 കൃതി 3 എത്ര ഘടകങ്ങളുണ്ട്? 6 കൃതി 2 × 2 കൃതി 4 × 3 കൃതി 1 എത്ര ഘടകം? 3 എന്ന് പറയാം 3 കൃതി 1 തന്നെയാണ്. ശരി. അപ്പോൾ ഈ 3 ചോദ്യത്തിലാണ് നിങ്ങൾ ആൻസർ ചെയ്ത് യൂട്യൂബിൽ ഇന്ന് ക്ലാസ് വരുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കേണ്ടത്. USS 2 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കും. ഓരോ നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം USSൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ് കൊടുക്കുന്നതെങ്കിലും നമ്മുടെ പൊതുവായിട്ടുള്ള ലാഡർ ഗ്രൂപ്പിൽ NMOSയുടെ ഗ്രൂപ്പിലും ആ കുട്ടികൾക്ക് ഇത് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് പിന്നെ താല്പര്യമുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുക്കാം. അപ്പോൾ ഇപ്രാവശ്യം മാറി വന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ സ്കൂളുകളിൽ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് എന്തായാലും കിട്ടും. ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അറിയാം 6ാം ക്ലാസ്സിലെ കാര്യങ്ങൾ കുറച്ച് 5ാം ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ കുറേ കാര്യങ്ങൾ 6ാം ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ പാഠം നമ്പർ വേൾഡാണ് 5ാം ക്ലാസ്സിൽ. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ പാഠം സർക്കിളാണ്. അതായത് ആദ്യം വരകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യത്തെ പാഠമായിട്ട് കൊടുക്കുക. അത് 7ാം ക്ലാസ്സിൽ അങ്ങനെ തന്നെയാണ്. ലൈൻ ആൻഡ് പാരലൽ ലൈൻ എന്നുള്ള ഭാഗമാണ് 7ാം ക്ലാസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ PDF ഉണ്ട്. ഇടയ്ക്ക് അതൊന്ന് എടുത്ത് നോക്കുക. ഏതായാലും നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ക്ലാസ്സുകളുടെ തുടക്കമൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ കൊടുക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ രക്ഷിതാക്കൾക്കോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇവിടെ എഴുതുകയാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നെങ്കിൽ അവർക്ക് ചേരാം. ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഹോംവർക്ക് ചെയ്തിട്ട് അറിയിക്കുക. ഓൾ ദ ബെസ്റ്റ്.